ഹലോ, വെൽക്കം ബാക്ക് ടു ക്ലാസ് ബെൽ. നമ്മൾ എ റോബോട്ട് വിത്ത് എ വൈറസ് എന്ന ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞു. നമുക്ക് അതിൻ്റെ ആക്ടിവിറ്റിയിലേക്ക് കിടക്കാം. ഫസ്റ്റ് ആക്ടിവിറ്റി എന്ന് പറയുന്നത് ദീസ് ആർ സം ഓഫ് ദി ഇവൻറ്റ്സ് ദാറ്റ് ആർ ഡിസ്ക്രൈബ്ഡ് ഇൻ ദി സ്റ്റോറി, റീഡ് ദം കെയർഫുള്ളി. പുസ്തകത്തിൽ നമ്മൾ പഠിച്ച ആ സ്റ്റോറിയിലെ കുറച്ച് ഇവൻറ്റ്സ് ഇവിടെ തന്നിട്ടുണ്ട്. അത് ശ്രദ്ധാപൂർവം വായിച്ചു നോക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മൾ ആ സ്റ്റോറി വായിച്ചതുപോലെയല്ല ഇവിടെ തന്നിരിക്കുന്നത്. ആ ഓർഡർ തെറ്റിച്ചാണ് തന്നിരിക്കുന്നത്. അത് നമ്മൾ കറക്റ്റായിട്ട് അറേഞ്ച് ചെയ്ത് നെക്സ്റ്റ് പേജിൽ എഴുതണം. റിക്കി സെർച്ചസ് ഫോർ ഹിസ് മിസ്സിംഗ് ടീഷർട്ട് ആൻഡ് ഫുട്ബോൾ. റിക്കി തൻ്റെ ടീഷർട്ടും ഫുട്ബോളും സെർച്ച് ചെയ്യാനായിട്ട് ആരംഭിച്ചു. റിക്കീസ് പേരൻസ് പർച്ചേസ് ദ ബട്ട്ലർ റോബോട്ട്. റിക്കിയുടെ പേരൻസ് ഒരു ബട്ട്ലർ റോബോട്ടിനെ വാങ്ങിക്കൊണ്ട് വന്നു. ഇതാണ് ഫസ്റ്റ് എന്ന് നമുക്കറിയാം. അപ്പോൾ ഇതായിരിക്കണം ആദ്യത്തെ സെൻറ്റൻസ്. തേർഡ് വൺ, റിക്കി കംപ്ലൈൻസ് ടു ഹിസ് പേരൻസ് അബൌട്ട് ദ ബട്ട്ലർ റോബോട്ട്. ബട്ട്ലർ റോബോട്ടിനെ പറ്റി റിക്കി പേരൻസിനോട് കംപ്ലൈൻറ്റ് ചെയ്തു. റിക്കീസ് മദർ ഗീവ്സ് ഹിം ദ കോഴ്സ് ടു ഡു അറൗണ്ട് ദ ഹൗസ്. വീട്ടിൽ ചെയ്യേണ്ട ജോലികളെ പറ്റി റിക്കിയുടെ അമ്മ റോബോട്ടിനോട് പറഞ്ഞു. റിക്കി സ്റ്റാർട്ട് ടേക്കിംഗ് ബെറ്റർ കെയർ ഓഫ് ഹിസ് പൊസിഷൻസ്. തൻ്റെ വസ്തുക്കൾക്കൊക്കെ റിക്കി കൂടുതൽ ശ്രദ്ധ കൊടുക്കാനായി ആരംഭിച്ചു. റിക്കി ഡിസൈഡഡ് ടു ബിക്കം എ മാക്സിമം എഫിഷ്യൻറ്റ് ബോയ്. റിക്കി ഒരു മാക്സിമം എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ആൺകുട്ടിയായി മാറാനായിട്ട് തീരുമാനിച്ചു. റിക്കി വേക്ക് അപ്പ് ടു ഫൈൻഡ് ഹിസ് റൂം പെർഫെക്റ്റ്ലി ക്ലീൻ ആൻഡ് ടൈഡി. റിക്കി ഉണർന്നെണീറ്റപ്പോൾ തൻ്റെ മുറി വളരെ പെർഫെക്റ്റ് ആയിട്ട് കിടക്കുന്നത് മനസ്സിലാക്കി. റിക്കി ഫോളോസ് ദ ബട്ട്ലർ റോബോട്ട് അറൗണ്ട് ദ ഹൗസ് ടു സ്പൈ ഓൺ ഇറ്റ്. റിക്കി ആ റോബോട്ടിന് ചുറ്റും തപ്പി നടന്നു. അതായത് റോബോട്ട് എന്തെങ്കിലും തെറ്റൊക്കെ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാനായിട്ട്, സ്പൈ വർക്ക് ചെയ്യാനായിട്ട് റോബോട്ടിൻ്റെ പുറകെ തന്നെ നടന്നു. റിക്കി ക്യാച്ചസ് ദ ബട്ട്ലർ റോബോട്ട് റെഡ് ഹാൻഡഡ്. അങ്ങനെ റിക്കി തൻ്റെ ടീഷർട്ടൊക്കെ എടുത്തു മാറ്റുന്ന ആ റോബോട്ടിനെ കൈയോടെ പിടികൂടി. റിക്കി ബിക്കംസ് അഷെയിംഡ് ഓഫ് ഹൗ ഹി ട്രീറ്റഡ് ഹിസ് ബിലോങ്ങിങ്സ്. തൻ്റെ വസ്തുക്കളൊക്കെ ഇങ്ങനെയാണല്ലോ താൻ കൈകാര്യം ചെയ്തത് എന്നോർത്ത് റിക്കിക്ക് വളരെ നാണം തോന്നി. അപ്പം ഈ ഇവൻറ്റ്സിനെ നമ്മൾ കറക്റ്റായിട്ട് നെക്സ്റ്റ് ആ തന്നിട്ടുള്ള കോളത്തിലേക്ക് അറേഞ്ച് ചെയ്ത് എഴുതണം. അടുത്തത് ബി, റൈറ്റ് എ പാരഗ്രാഫ് യൂസിങ് ദ ഇവൻറ്റ്സ് ഡിസ്ക്രൈബ്ഡ് എബവ്. മുകളിൽ തന്നിട്ടുള്ള ആ സെൻറ്റൻസുകൾ ഉപയോഗിച്ച് ഒരു പാരഗ്രാഫ് ഈ കോളത്തിൽ എഴുതണം. ആക്ടിവിറ്റി 2. We saw a change in Ricky's behavior at the end. Write them below. നമ്മൾ റിക്കിയുടെ സ്വഭാവത്തിൽ ഉണ്ടാവുന്ന ആ ഒരു മാറ്റം കണ്ടു. അതിനെപ്പറ്റി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ബിഫോർ ആൻഡ് ആഫ്റ്റർ. ബിഫോർ എന്ന് പറഞ്ഞാൽ എന്താ? മുൻപ്. ആഫ്റ്റർ ശേഷം. റിക്കിയുടെ സ്വഭാവം ചേഞ്ച് ചെയ്യുന്നതിന് മുമ്പുള്ള റിക്കിയുടെ ശീലങ്ങളും സ്വഭാവം മാറിയതിനു ശേഷമുള്ള റിക്കിയുടെ ശീലങ്ങളും. ഒരെണ്ണം ഇവിടെ തന്നിട്ടുണ്ട്. റിക്കി വാസ് മെസ്സി ആൻഡ് കെയർലെസ്. റിക്കി എപ്പോഴും കെയർലെസ് ആയിട്ട് ഒരു ശ്രദ്ധയില്ലാണ്ടാണ് നടന്നിരുന്നത്. സെക്കൻഡ് വൺ, റിക്കി ബിക്കെയിം മോർ കെയർഫുൾ ഓഫ് ഹിസ് ബിലോങ്ങിങ്സ്. റിക്കി തൻ്റെ വസ്തുക്കളെയൊക്കെ കൂടുതൽ ശ്രദ്ധയോടെ പരിചരിക്കാൻ തുടങ്ങി. ഹീ ത്രൂ ഓൾ ഹിസ് ബിലോങ്ങിങ്സ് ഓൾ ഓവർ ദി പ്ലേസ്. അവൻ തൻ്റെ വസ്തുക്കളെല്ലാം എല്ലായിടത്തും വലിച്ചു വാരി എറിയും. സ്വഭാവം ചേഞ്ച് ആയതിനു ശേഷം എങ്ങനെയാണ്? ഹി കെപ്റ്റ് ദം ടൈഡി. എല്ലാം വൃത്തിയായി സൂക്ഷിക്കും. നെക്സ്റ്റ്, റിക്കി കാസ്റ്റ് എ സസ്പീഷ്യസ് ഐ ഓൺ റോബോട്ട്. റിക്കിക്ക് ആ റോബോട്ടിന് മുകളിൽ ഒരു സംശയം ഉണ്ടായിരുന്നു. റോബോട്ട് എന്താണ് ചെയ്യുന്നത് എന്ന് ഒരു സംശയം ഉണ്ടായിരുന്നു. ആഫ്റ്റർ ഹി റിയലൈസ്ഡ് ദാറ്റ് ദ റോബോട്ട് വാസ് നെയ്തർ ബ്രോക്കൺ നോർ മിസ്പ്രോഗ്രാംഡ്. അവന് മനസ്സിലായി റോബോട്ട് ബ്രോക്കൺ അല്ല, അതായത് അതിന് കുഴപ്പമൊന്നുമില്ല. മിസ്പ്രോഗ്രാംഡ് അല്ല, അവർ നന്നായിട്ട് തന്നെയാണ് പ്രോഗ്രാം ചെയ്തിരിക്കുന്നത്. ഹിസ് തിങ്സ് ലൈങ് സ്കാറ്റേർഡ് ഓൺ ദി ഫ്ലോർ. അവൻ്റെ വസ്തുക്കൾ തറയിൽ പലയിടത്തായിട്ട് കിടന്നിരുന്നു. ആഫ്റ്റർ ഓൾ ഹി പുട്ട് റിയൽ കെയർ ഇൻ ടു ഹിസ് തിങ്സ്. അവൻ അവൻ്റെ സാധനങ്ങളെല്ലാം കൂടുതൽ ശ്രദ്ധിക്കാൻ തുടങ്ങി. ഹി വാസ് ലേസി. അവനൊരു മടിയനായിരുന്നു. ഹി ഡിസൈഡഡ് ടു ബിക്കം എ മാക്സിമം എഫിഷ്യൻറ്റ് ബോയ്. നല്ല ഒരു ശീലങ്ങളുള്ള, മാക്സിമം എഫിഷ്യൻ്റ് ആയിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു ആളാവാനായിട്ട് റിക്കി തീരുമാനിച്ചു. അതാണ് ആ ബിഫോറും ആഫ്റ്ററും. അടുത്ത ആക്ടിവിറ്റി എന്ന് പറയുന്ന ആക്ടിവിറ്റി 3 ആണ്. റിക്കി ടെൽസ് ഹിസ് ബെസ്റ്റ് ഫ്രണ്ട് റോബിൻ അബൌട്ട് ദ റോബോട്ട് ദാറ്റ് ഹിസ് ഫാദർ ബോട്ട്. റൈറ്റ് ദ കോൺവെർസേഷൻ ബിറ്റ്വീൻ റിക്കി ആൻഡ് റോബിൻ. റിക്കി
തൻ്റെ അച്ഛൻ ഒരു റോബോട്ടിനെ കൊണ്ടുവന്നു എന്ന് ഫ്രണ്ടായ റോബിനോട് പറയുന്നു. അങ്ങനെ അവർ രണ്ടുപേരും തമ്മിൽ സംസാരിക്കുന്ന ഒരു കോൺവെർസേഷൻ എഴുതാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. റിക്കി, ഹേയ്, you won't believe what happened. My father bought a robot. എൻ്റെ അച്ഛൻ ഒരു റോബോട്ടിനെ വാങ്ങിക്കൊണ്ട് വന്നു. റോബിൻ, ഓ ഇറ്റ്സ് ഗ്രേറ്റ്. ഹൗ ഡസ് ഇറ്റ് വർക്ക്? ഈസ് ഇറ്റ് ഹെൽപ്ഫുൾ? എങ്ങനെയുണ്ടത്? അത് നിനക്ക് ഹെൽപ്പാണോ? റിക്കി, യെസ് ഓഫ് കോഴ്സ് ഇറ്റ് ഈസ് വെരി ഹെൽപ്ഫുൾ. ഇറ്റ് കീപ്സ് അവർ ഹൗസ് ആസ് വെരി ടൈഡി. ഞങ്ങളുടെ വീടൊക്കെ വളരെ വൃത്തിയായിട്ട് സൂക്ഷിക്കുന്നു. റോബിൻ, ദാറ്റ്സ് ഗുഡ്. സോ യു ആർ വെരി ഹാപ്പി നൗ. അപ്പോൾ നിനക്കിപ്പോൾ നല്ല സന്തോഷമായിരിക്കുമല്ലോ. റിക്കി, നോ ഡിയർ, ദർ ഈസ് എ പ്രോബ്ലം. റോബോട്ട് ഈസ് ഹൈഡിങ് മൈ തിങ്സ്. അവൻ എൻ്റെ വസ്തുക്കളൊക്കെ എവിടെ ഒളിച്ചു വെക്കുന്നുണ്ട്. റോബിൻ, വാട്ട്? മേ ബി ദ റോബോട്ട് ഈസ് മിസ് പ്രോഗ്രാംഡ്. ചിലപ്പോൾ റോബോട്ടിന് മിസ് പ്രോഗ്രാംഡ് ആയിരിക്കും. അതായത് എഞ്ചിനീയർമാർ നിർമ്മിച്ച സമയത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് ആയിരിക്കും. റിക്കി, ഐ തിങ്ക് സോ, ബട്ട് മൈ ഫാദർ ഡിഡ്ന്റ് അക്സെപ്റ്റ് ദിസ്. എനിക്ക് അങ്ങനെ തോന്നുന്നുണ്ട്, പക്ഷേ എൻ്റെ അച്ഛൻ അത് സമ്മതിക്കുന്നില്ല എന്ന് റിക്കി പറഞ്ഞു. റോബിൻ, ദെൻ വാട്ട് ഈസ് യുവർ നെക്സ്റ്റ് പ്ലാൻ? അങ്ങനെയാണെങ്കിൽ ഇനി നീ എന്ത് ചെയ്യും? റിക്കി, ഐ ആം ഗോയിങ് ടു സ്പൈ ഓൺ ദി റോബോട്ട്. ഞാൻ ആ റോബോട്ടിന് വളരെ സംശയത്തോടെ നോക്കി നിരീക്ഷിച്ച് സത്യം കണ്ടുപിടിക്കാൻ പോവുകയാണെന്ന് റിക്കി പറഞ്ഞു. റീഡ് ദ ഫോളോവിങ് പാർട്ട് ഫ്രം ദ സ്റ്റോറി. ആക്ടിവിറ്റി 4 ആണത്. Read the following part from the story. Father, a robot is a wonderful device. Look at the things it can do. അച്ഛൻ പറയുകയാണ്, റോബോട്ട് എന്ന് പറയുന്ന വളരെ മനോഹരമായ ഒരു ഉപകരണമാണ്. അതിന് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് നോക്കുക. റിക്കി, ഐ ഡോണ്ട് തിങ്ക് സോ. ഹീ ഈസ് ഡൂയിങ് മോർ ഹാം ദാൻ ഗുഡ്. ഞാൻ അങ്ങനെ വിചാരിക്കുന്നില്ല. അവൻ ഉപകാരത്തെക്കാട്ടിൽ കൂടുതൽ ഉപദ്രവമാണ് ചെയ്യുന്നത്. ഫാദർ, യു ആർ റോങ് റിക്കി. യു ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് ഹൗ എ റോബോട്ട് വർക്ക്സ്. നിനക്ക് തെറ്റിപ്പോയി റിക്കി. ഒരു റോബോട്ട് എത്രമാത്രം വർക്ക് ചെയ്യുന്നു എന്ന് നിനക്ക് മനസ്സിലാവാഞ്ഞിട്ടാണ്. റിക്കി, ഐ കാണ്ട് എഗ്രി വിത്ത് യു. എനിക്ക് അച്ഛനോട് യോജിക്കാൻ കഴിയുന്നില്ല. റോബോട്ട് വിൽ ബി എ ബിഗ് പ്രോബ്ലം ഇഫ് ഇറ്റ് ഈസ് നോട്ട് പ്രോപ്പർലി പ്രോഗ്രാംഡ്. റോബോട്ട് ഒരു വലിയ പ്രശ്നമായിട്ട് മാറും എങ്ങനെയാണെങ്കിൽ അത് പ്രോപ്പറായിട്ട് പ്രോഗ്രാം ചെയ്ത് വിട്ടില്ലെങ്കിൽ. പിക്ക് ഔട്ട് എക്സ്പ്രഷൻസ് ഫ്രം ദ പാസേജ് വിച്ച് ഷോ ഡിസഗ്രിമെന്റ്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ആക്ടിവിറ്റി ഇതാണ്. ഈ സംഭാഷണത്തിൽ ഡിസഗ്രിമെന്റ്, എഗ്രിമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഒരാളോട് അവർ സംസാരിക്കുന്ന കാര്യങ്ങളോട് യോജിക്കുക. അപ്പം ഡിസഗ്രിമെന്റ് എന്ന് പറയുമ്പോൾ വിയോജിക്കുക. ഞാനത് അങ്ങനെയാണെന്ന് കരുതുന്നില്ല, അല്ലെങ്കിൽ ഞാൻ അങ്ങയോട് യോജിക്കുന്നില്ല, നിങ്ങൾ പറഞ്ഞത് തെറ്റാണ്, ഇതൊക്കെയാണ് ഡിസഗ്രിമെന്റ്. അപ്പം അങ്ങനെയുള്ള സെന്റൻസുകൾ ഈ സംഭാഷണത്തിൽ നിന്ന് കണ്ടുപിടിക്കാൻ. ഫസ്റ്റ് വൺ എന്താണ്? ഐ ഡോണ്ട് തിങ്ക് സോ. സെക്കൻഡ് വൺ, യു ആർ റോങ്. തേർഡ് വൺ, I can't agree with you. Activity 4B. Now let's find out what Adul and Anju have to say about robot. അതുലിനും അഞ്ജുവിനും റോബോട്ടിനെ പറ്റി എന്താണ് പറയാനുള്ളതെന്ന് നമുക്ക് നോക്കാം. രണ്ട് കുട്ടികൾ തമ്മിലുള്ള സംഭാഷണമാണ് ഇവിടെ തന്നിരിക്കുന്നത്. അതുൽ, I think robots are awesome. They can do many things that humans cannot. അതിൽ പറയുന്നു, റോബോട്ട് വളരെ മനോഹരമാണ്, അതിശയകരമായ ഒരു ഉപകരണമാണ്, കാരണം മനുഷ്യന് ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളും അവൻ ചെയ്യുന്നു. അഞ്ജു, യെസ് അതുൽ, ഐ എഗ്രി. ദേ ക്യാൻ ഡു കൂൾ സ്റ്റാഫ്, ബട്ട് ദർ ആർ സം ഡൗൺ സൈഡ്സ് ടു ദം ടു. ഞാൻ നീ പറഞ്ഞതിനോട് യോജിക്കുന്നു, പക്ഷെ അതിന് ചില പോരായ്മകളും ഉണ്ട് എന്ന് അഞ്ജു പറയുന്നു. അതുൽ, ഐ ടോട്ടലി ഗെറ്റ് ദാറ്റ്, ബട്ട് ലെറ്റ്സ് ടോക്ക് അബൌട്ട് ദ അഡ്വാൻറ്റേജസ് ഫസ്റ്റ്. റോബോട്ട്സ് ക്യാൻ വർക്ക് 24/7 വിത്തൗട്ട് ഗെറ്റിംഗ് ടയേർഡ്. അതിൽ പറഞ്ഞ് നമുക്കതിൻ്റെ അഡ്വാൻറ്റേജസ്, ഗുണങ്ങൾ ആദ്യം സംസാരിക്കാം. റോബോട്ടിന് 24 മണിക്കൂറും ആഴ്ചയിൽ 7 ദിവസവും വർക്ക് ചെയ്യാൻ പറ്റും, ക്ഷീണമൊന്നും അനുഭവപ്പെടില്ല. അഞ്ജു, യാ ദാറ്റ്സ് ട്രൂ. ദേ ക്യാൻ ബി ലൈക്ക് സൂപ്പർ ഹെൽപ്പേഴ്സ്, എസ്പെഷ്യലി ഇൻ ഫാക്ടറീസ് വേർ ദേ ക്യാൻ മേക്ക് തിങ്സ് ഫാസ്റ്റർ. അപ്പം അഞ്ജു പറഞ്ഞു, നീ പറഞ്ഞത് ശരിയാണ്, അവർ സൂപ്പർ ഹെൽപ്പേഴ്സിനെ പോലെയാണ്, പ്രത്യേകിച്ച് ഫാക്ടറികളിലൊക്കെ അവർക്ക് കൂടുതൽ സ്പീഡിൽ ജോലി ചെയ്യാനായിട്ട് സാധിക്കും. അതുൽ, എക്സാക്ട്ലി, ആൻഡ് ദേ ക്യാൻ ഗോ ടു ദി പ്ലേസസ് ദാറ്റ് ആർ ടു ഡേഞ്ചറസ് ഫോർ പീപ്പിൾ ലൈക്ക് ദ ഡീപ് സീ ഓർ ഔട്ടർ സ്പേസ്. അതുകൂടാതെ അതിൽ പറയാണ്, അതുകൂടാതെ
അവർക്ക് മനുഷ്യന് ചെന്നെത്താൻ കഴിയത്തില്ലാത്ത സ്ഥലങ്ങളിലൊക്കെ പോയി ജോലി ചെയ്യാൻ കഴിയും. പ്രത്യേകിച്ച് ആഴക്കടലിലും അതുപോലെ ബഹിരാകാശത്തും ഒക്കെ പോകാൻ പറ്റും. 5. I see your point. But what about robots taking jobs away from people? അപ്പൊ അഞ്ജു ആ പോയിന്റിനോട് യോജിക്കുന്നുണ്ട്. പക്ഷെ പറയുകയാണ് റോബോട്ട് മനുഷ്യന്റെ ജോലികൾ കവർന്നെടുക്കുന്നു. അതായത് മനുഷ്യന്റെ തൊഴിലവസരങ്ങൾ റോബോട്ട് ഇല്ലാതാക്കുന്നു. കാരണം ഒരു ഫാക്ടറിയിലൊക്കെ ആണെങ്കിൽ 10 പേര് ചെയ്യുന്ന ജോലി ഒരു റോബോട്ടിന് ചെയ്യാൻ പറ്റും. അപ്പം അവിടെ അത്രയും പേരുടെ ജോലി നഷ്ടപ്പെടുകയാണ്. അതാണ് അഞ്ജു പറഞ്ഞ പോയിന്റ്. അതുൽ, you have a good point there. That can be a disadvantage. But they can also create new jobs in the field of robotics. ശരിയാണ്, നീ പറഞ്ഞത് ഒരു ഡിസഡ്വാൻറ്റേജ് ആണ്, ഒരു പോരായ്മയാണ്. പക്ഷേ പുതിയ പുതിയ ജോലികൾ റോബോട്ടിക്സിന്റെ ഫീൽഡിൽ സൃഷ്ടിക്കാൻ കഴിയും. അതായത് തൊഴിലവസരങ്ങൾ ഒരു ഫാക്ടറിയിൽ കുറയുകയാണെങ്കിൽ ഈ റോബോട്ടിനെ നിർമ്മിക്കുന്ന ഒരു പ്രക്രിയയുണ്ട്, അല്ലെങ്കിൽ റോബോട്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ധാരാളം തൊഴിലവസരങ്ങൾ ഉണ്ടല്ലോ എന്ന് അതിൽ പറയുന്നു. 5. That's true, but not everyone can afford robots. They can be expensive to build and maintain. അഞ്ജു പറഞ്ഞു, നീ പറഞ്ഞത് ശരിയാണ്, പക്ഷെ എല്ലാവർക്കും റോബോട്ടിനെ അഫോർഡ് ചെയ്യാൻ പറ്റില്ല, മേടിക്കാൻ കഴിയില്ലല്ലോ. അവര് റോബോട്ട് എന്ന് പറയുന്നത് വളരെ എക്സ്പെൻസീവ് ആണ്, വളരെ വില പിടിച്ച, വളരെ പൈസയുള്ളവർക്ക് മാത്രം അഫോർഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അതുൽ, I agree, cost can be a problem, but think about how they can help differently abled people. പൈസ ഒരു പ്രശ്നം തന്നെയാണെന്ന് അതിലും സമ്മതിച്ചു. കോസ്റ്റ് ക്യാൻ ബി എ പ്രോബ്ലം. പക്ഷേ ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ഭിന്നശേഷിക്കാരെയൊക്കെ ധാരാളം രീതിയിൽ ഇത് സഹായിക്കുന്നു. 5. Yeah, that's a great advantage. Robot can improve lives in many ways. അഞ്ജു പറഞ്ഞു അത് ശരിയാണ്, അതൊരു നല്ല ഗുണമാണ് റോബോട്ടിന് മനുഷ്യന്റെ ജീവിതത്തിൽ പലതരത്തില് മനുഷ്യന്റെ ജീവിതത്തെ ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കും, മെച്ചപ്പെടുത്താനായിട്ട് സാധിക്കും. അവിടെ തന്നിരിക്കുന്നത് the sentences above show agreement and disagreement. അഞ്ജുവും അതിലും സംസാരിച്ചതിൽ പല ഭാഗത്തും അവര് എഗ്രിമെന്റുമുണ്ട് ഡിസഗ്രിമെന്റുമുണ്ട്. നമ്മളോട് പറഞ്ഞിരിക്കുന്ന ആക്ടിവിറ്റി റൈറ്റ് ദ സെന്റൻസസ് വിച്ച് എക്സ്പ്രസ് എഗ്രിമെന്റ് ആൻഡ് ഡിസഗ്രിമെന്റ് ഇൻ ദി ബോക്സ് ബിലോ. മുകളിൽ തന്നിരിക്കുന്ന സെന്റൻസിലെ എഗ്രിമെന്റും ഡിസഗ്രിമെന്റും 2 കോളത്തിലായിട്ട് നമ്മൾ തരംതിരിച്ച് എഴുതണം. ഫസ്റ്റ് തന്നിട്ടുണ്ട് I agree they can do cool stuff. അത് അഞ്ജു പറഞ്ഞതാണ്. അതിനുശേഷം ഒരു ഡിസഡ്വാൻറ്റേജും ഉണ്ട്, ബട്ട് there are also some downside. അതും അഞ്ജു പറഞ്ഞ സെന്റൻസിലെ തന്നെയാണ്. ഇനി ഇതുപോലെയുള്ള എഗ്രിമെന്റും ഡിസഗ്രിമെന്റും നമ്മൾ കണ്ടുപിടിക്കണം. Yeah, that's true. Disagreement, robots taking jobs away from people. Agreement, I see your point. Disagreement, that can be a disadvantage. Agreement, you have a good point. Disagreement, but not everyone can afford robots. Next, they can be super helpers. Disagreement, they can be expensive. Activity 5. Let us conduct a debate in the class on we cannot live without mobile phones. Form 2 groups. Group A can support the argument and Group B can oppose it. You may fix a moderator for the debate. മൊബൈൽ ഫോൺസ് ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ കഴിയില്ല എന്ന വിഷയത്തെ പറ്റി ഒരു ആർഗ്യുമെന്റ്, ഒരു ചർച്ച നടത്താനാണ് പറഞ്ഞിരിക്കുന്നത്, ഒരു ഡിബേറ്റ്. അപ്പം അതിനകത്ത് ഒരു ഗ്രൂപ്പ് ആ ആർഗ്യുമെന്റിനെ സപ്പോർട്ട് ചെയ്യണം, ഒരു കൂട്ടര് അതിനെ എതിർക്കണം. അപ്പം ആ 2 ഗ്രൂപ്പിൻ്റെയും പ്രധാനപ്പെട്ട പോയിന്റ്സ് ഇവിടെ എ ആൻഡ് ബി എന്ന് 2 കോളം തന്നിട്ടുണ്ട്. യൂസ് ആൻഡ് അബ്യൂസ് അവിടെ നമ്മൾ മാർക്ക് ചെയ്ത് വെക്കണം. ഫസ്റ്റ് യൂസ്, ഈസിയർ ആൻഡ് ഫാസ്റ്റർ കമ്മ്യൂണിക്കേഷൻ. ഇപ്പോൾ ഗ്രൂപ്പ് എ പറയുന്നു ഇത് മൊബൈൽ ഫോൺസ് നമ്മളെ ഈസി ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷന് സഹായിക്കുന്നു. ഗ്രൂപ്പ് ബി പറയുന്നു വേസ്റ്റ് ഓഫ് ടൈം ആണ്, ടൈം വേസ്റ്റ് ചെയ്യാണ്. സെക്കൻഡ് വൺ ഗുഡ് ഫോർ എൻ്റർടൈൻമെൻറ്റ്, വിനോദത്തിന് നല്ല ഒരു വഴിയാണ്. എതിർത്ത് പറയുന്നത് ഹെൽത്ത് ഇഷ്യൂസ്, നമുക്ക് ധാരാളം ആരോഗ്യ പ്രശ്നങ്ങൾ വരാം. കീപ്പ് us കണക്റ്റഡ്, നമ്മളെ മറ്റുള്ളവരുമായിട്ട് കണക്ട് ചെയ്യാൻ സഹായിക്കുന്നു. അതുപോലെ കോസസ് അഡീഷൻ, നമ്മൾ അഡിക്റ്റ് ആയി പോകും എന്നാണ് അതിൻ്റെ എതിർവാദം. നെക്സ്റ്റ് ഈസി ആക്സസ് ടു ഇൻഫർമേഷൻ, നമുക്ക്
പഠിക്കാനുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും അറിയണമെങ്കിൽ നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും. മൊബൈൽ ഫോണിൽ നമുക്ക് സെർച്ച് ചെയ്യുമ്പോൾ പെട്ടെന്ന് അറിയാൻ പറ്റും. കോസസ് ഐ പ്രോബ്ലം. നമ്മൾ ഒരുപാട് സമയം ഫോൺ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് കണ്ണിന് പ്രശ്നമുണ്ടാവും. മൊബൈൽ ബാങ്കിങ്. നമുക്ക് ബാങ്കിലെ ഇടപാടുകളൊക്കെ മൊബൈൽ വഴി നടക്കാം. സ്ലീപ്പിംഗ് ഡിസോർഡേഴ്സ്. ഒരുപാട് സമയം ഫോണിൽ ചെലവഴിക്കുന്നവർക്ക് ഉറക്കം കുറഞ്ഞു വരുന്നതായിട്ട് പറയാറുണ്ട്. ഗുഡ് ഫോർ എഡ്യൂക്കേഷൻ. വിദ്യാഭ്യാസത്തിന് നല്ലതാണ്. ഡിസ്ട്രാക്ഷൻ ഫ്രം സ്റ്റഡീസ്. ഫോൺ ഒരുപാട് സമയം ഉപയോഗിക്കുമ്പോൾ പല കുട്ടികളും പഠിത്തത്തിൽ നിന്ന് അകന്നു പോകുന്നു. ആക്ടിവിറ്റി 6. Sarah has bought a washing machine from a popular outlet. Unfortunately, it has stopped working. Here is an email sent to the company to get it repaired. സാറ ഒരു വാഷിംഗ് മെഷീൻ വാങ്ങിച്ചു. നിർഭാഗ്യവശാൽ അത് വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ ആ കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മെയിൽ അയച്ചു. ആ മെയിലിൻ്റെ മോഡലാണ് ഇവിടെ തന്നിരിക്കുന്നത്. ആദ്യം ടു ആർക്കാണോ മെയിൽ ചെയ്യേണ്ട ആ മെയിൽ അഡ്രസ്സ്, പിന്നെ എന്ത് സബ്ജക്റ്റാണ്, നമ്മൾ എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണ്. ഇവിടെ കംപ്ലൈൻറ്റ് റിഗാർഡിങ് വാഷിംഗ് മെഷീനാണ്. വാഷിംഗ് മെഷീൻ്റെ കംപ്ലൈൻറ്റിനെ പറ്റിയാണ്. അതിൻ്റെ സബ്ജക്റ്റ് ഇതാണ്. ഐ പർച്ചേസ്ഡ് a washing machine from your company a few weeks ago, but it is not working now. Kindly attend to the issue at the earliest. Copies of necessary documents are attached. Sarah. വാഷിംഗ് മെഷീൻ കംപ്ലൈൻ്റ് ആണ്. വേണ്ടപ്പെട്ട രേഖകളൊക്കെ ഇതിൻ്റെ കൂട്ടത്തിൽ വെച്ചിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് അതൊന്ന് ആ ഇഷ്യൂ പരിഹരിക്കണമെന്നാണ് മെയിൽ ചെയ്തിരിക്കുന്നത്. ഇത് നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്, റിക്കി kept on complaining to his parents about the robot, but they didn't listen to him. റിക്കി എപ്പോഴും പേരൻസിനോട് ഇതിനെപ്പറ്റി കംപ്ലൈൻറ്റ് ചെയ്തുകൊണ്ടേയിരുന്നു റോബോട്ടിനെ പറ്റി. സോ ഹി ഡിസൈഡഡ് ടു രജിസ്റ്റർ എ കംപ്ലൈൻറ്റ് ത്രൂ ഇമെയിൽ വിത്ത് ദി റോബോട്ട് മാനുഫാക്ചറിങ് കമ്പനി ആസ്കിങ് ദം ടു റീപ്ലേസ് ദ മിസ്പ്രോഗ്രാംഡ് റോബോട്ട്. മിസ്പ്രോഗ്രാംഡ് ആയിട്ടുള്ള ഈ റോബോട്ടിനെ മാറ്റിത്തരണമെന്നാവശ്യപ്പെട്ട് റിക്കി ആ കമ്പനിക്ക് അയക്കുന്ന ഒരു മെയിൽ അത് നമ്മളോട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഫ്രം എന്നുള്ള അവിടെ ഏതാണോ നമ്മുടെ മെയിൽ അത് കൊടുക്കുക. ടു അവിടെ ആർക്കാണോ മെയിൽ അയക്കേണ്ടത് ആ അഡ്രസ്സ് എഴുതുക. സബ്ജക്റ്റ് നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ഈ മെയിൽ ചെയ്യുന്നത്, എന്തിനു വേണ്ടിയിട്ടാണ് റിക്കി റോബോട്ടിനെ മാറ്റിത്തരണമെന്ന് ആവശ്യപ്പെട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ അതായിരിക്കണം അതിൻ്റെ സബ്ജക്റ്റ്, റോബോട്ട് റീപ്ലേസ്മെൻറ്റ്. ഇനി മെയിൽ ഇങ്ങനെയാണ്. മൈ നെയിം ഈസ് റിക്കി. ഐ പർച്ചേസ്ഡ് ന്യൂ മോഡൽ ബട്ട്ലർ റോബോട്ട് ഫ്രം യുവർ കമ്പനി. The robot is not working properly. We have faced a lot of inconvenience due to this. റോബോട്ട് വർക്ക് ചെയ്യാത്തത് കൊണ്ട് ഞങ്ങൾക്ക് ധാരാളം പ്രശ്നങ്ങൾ ഉണ്ടായി. I request you look into the matter and do the needful as soon as possible. എത്രയും പെട്ടെന്ന് ഈ കാര്യത്തിൽ ശ്രദ്ധിച്ച് വേണ്ട നടപടികൾ എടുക്കണമെന്നാണ് റിക്കി ആവശ്യപ്പെടുന്നത്. Activity 7. Complete the following crossword puzzle related to household chores following the directions given. താഴെ തന്നിരിക്കുന്ന ആ ഒരു ക്രോസ്വേർഡ് പസിൽ വീട്ടുജോലിയുമായിട്ട് ബന്ധപ്പെട്ട വാക്കുകളാണ്. തന്നിരിക്കുന്ന സൂചനകൾ അനുസരിച്ച് നമ്മളത് ഫില്ല് ചെയ്യണം. എക്രോസ് എന്നുള്ളത് നേരെ എഴുതാനുള്ള വാക്കുകളാണ്. ക്ലീൻ വിത്ത് വാട്ടർ, നമ്മൾ വെള്ളം ഉപയോഗിച്ച് ക്ലീൻ ചെയ്യുന്നത് വാഷ്. തേർഡ്, ഫ്രീ ഫ്രം ഡേർട്ട്, പൊടിയില്ലാത്ത അവസ്ഥ, ക്ലീൻ. നെക്സ്റ്റ്, തിങ് യൂസ്ഡ് ഫോർ വൈപ്പിംഗ് ഫ്ലോർസ് ക്ലീൻ, നമ്മൾ തറ തുടയ്ക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം, മോപ്പ്. ഇനി ഡൗൺ, താഴേക്കുള്ളതാണ്. ക്ലീനിങ് വിത്ത് എ ബ്രൂം, ചൂൽ ഉപയോഗിച്ച് വൃത്തിയാക്കുക എന്ന് പറഞ്ഞാൽ സ്വീപ്പ്, തൂക്കുന്നതിന് സ്വീപ്പ് എന്ന് പറയുകയാണ്. കട്ട് സംതിങ് ഇൻ ടു പീസസ് വിത്ത് റിപ്പീറ്റഡ് ഷാർപ്പ് ബ്ലോസ്, നമ്മൾ വീണ്ടും വീണ്ടും കത്തിയൊക്കെ ഉപയോഗിച്ച് മുറിച്ച് ചെറിയ കഷ്ണങ്ങളാക്കുന്നത്, ചോപ്പ്, ചോപ്പാണ്. ആക്ടിവിറ്റി 8. Ricky's mother wanted him to do various household chores. Here is what she keeps telling him. റിക്കിയുടെ അമ്മ അവനെ കൊണ്ട് പല ജോലികളും ചെയ്യിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് അമ്മ പറയുന്നത് എന്നാണ് ഇവിടെ നിർദ്ദേശങ്ങൾ തന്നിട്ടുള്ളത്. റിക്കി, keep your school bag in the study room. Ricky, put your clothes in the washing machine. Ricky, wash your tiffin box. Ricky, iron your t-shirt and trousers. ഇതൊക്കെയാണ് അമ്മ പറഞ്ഞത്. സ്കൂൾ ബാഗ് കൊണ്ട് സ്റ്റഡി റൂമിൽ വെക്കണം, ഡ്രസ്സ് വാഷിംഗ് മെഷീനിൽ ഇടണം,
അതുപോലെ ടിഫിൻ ബോക്സ് കഴുകി വെക്കണം, ചുറ്റുപാത്രം കഴുകി വെക്കണം, ടീഷർട്ടും ട്രൗസേഴ്സും ഒക്കെ തേച്ച് വെക്കണം. Your parents too might have asked you to do certain things. Write a few of them. നിങ്ങളോടും നിങ്ങളുടെ പേരൻസ് വീട്ടിൽ ഇങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് ആവശ്യപ്പെടാറുണ്ടല്ലോ. അങ്ങനെ ഒരു 3-4 നിർദ്ദേശം എഴുതാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. Do your homework, clean your shoes, arrange your school bag before going to bed, arrange your study table, make your bed. Make your bed എന്ന് പറഞ്ഞാൽ നമ്മുടെ ബെഡൊക്കെ നല്ല വൃത്തിയായിട്ട് വിരിച്ചിടുക. ഇനി ആക്ടിവിറ്റി ബി, ഹൗ വിൽ യു ആസ്ക് യുവർ പേരൻസ് ടു ഡു സംതിങ് ഫോർ യു. ഇപ്പം നമ്മൾ ചെയ്തത് നമ്മളോട് പേരൻസ് പറയുന്നതാണ്. ഇനി നമ്മൾ പേരൻസിനോട് ആവശ്യപ്പെടുകയാണ്, ഇത് ചെയ്തു തരാമോ, അത് ചെയ്തു തരാമോ, അങ്ങനെയൊക്കെ ചോദിക്കില്ലേ. അപ്പം അങ്ങനെ 2-3 എഴുതാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഒരെണ്ണം തന്നിട്ടുണ്ട്. മദർ പ്ലീസ് ഹെൽപ്പ് മീ പാക്ക് മൈ ലഞ്ച്. എൻ്റെ ലഞ്ച് പാക്ക് ചെയ്യാൻ അമ്മേനെ സഹായിക്കാമോ. മദർ പ്ലീസ് ഹെൽപ്പ് മീ ടു സോൾവ് മൈ മാത്സ് പ്രോബ്ലം. എൻ്റെ പ്രോബ്ലം ഒക്കെ സോൾവ് ചെയ്യാൻ സഹായിക്കാമോ. ഫാദർ പ്ലീസ് ഹെൽപ്പ് മീ ടു കംപ്ലീറ്റ് മൈ സ്കൂൾ പ്രൊജക്റ്റ്. സ്കൂൾ പ്രൊജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ അച്ഛൻ സഹായിക്കാമോ. മദർ പ്ലീസ് ഗീവ് മീ ബ്രേക്ക്ഫാസ്റ്റ്. എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് തരാമോ, രാവിലത്തെ ഭക്ഷണം തരാമോ. ഫാദർ പ്ലീസ് അലൗ മീ ടു പ്ലേ ഔട്ട്സൈഡ്. എന്നെ പുറത്ത് കളിക്കാൻ അനുവദിക്കാമോ. ആക്ടിവിറ്റി ബി എന്ന് പറയുന്നത് ഹൗ വിൽ യു ആസ്ക് യുവർ പേരൻസ് ടു ഡു സംതിങ് ഫോർ യു. നിങ്ങളുടെ പേരൻസിനോട് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്തു തരാൻ ആവശ്യപ്പെടാറില്ലേ. അങ്ങനെ ഒരു 4 എക്സാമ്പിൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. പ്ലീസ് ഹെൽപ്പ് മീ ടു സോൾവ് ദ പ്രോബ്ലം. ഫാദർ പ്ലീസ് ഹെൽപ്പ് മീ ടു കംപ്ലീറ്റ് മൈ സ്കൂൾ പ്രൊജക്റ്റ്. മദർ പ്ലീസ് ഗിവ് മീ ബ്രേക്ക്ഫാസ്റ്റ്. ഫാദർ പ്ലീസ് അലൗ മീ ടു പ്ലേ ഔട്ട്സൈഡ്. Activity 9. Look at the following paragraph from the story. Off he went, running to his parents. Father, this butler robot is faulty. He has filtered my things. I think they programmed him badly. Let us send him off. Note the sentences given in italics. Sentences like the above refer to an action completed in the past having its relevance in the present. മുകളിൽ തന്നിട്ടുള്ള ഇറ്റാലിക്സിൽ തന്നിട്ടുള്ള സെന്റൻസുകൾ എന്ന് പറയുന്നത് ഒരു ആക്ഷൻ കംപ്ലീറ്റ് ആയി കഴിഞ്ഞു പാസ്റ്റിൽ, പക്ഷെ അതിൻ്റെ ഒരു പ്രാധാന്യം ഇപ്പോൾ പ്രസന്റിലും ഉണ്ട്. അതായത് ഒരു ആക്ഷൻ ചെയ്തു കഴിഞ്ഞു, പക്ഷെ അതിൻ്റെ പ്രാധാന്യം ഇപ്പോഴും നിലനിൽക്കുന്നു. അങ്ങനെയുള്ള സെന്റൻസുകൾ ഈ താഴെ തന്നിരിക്കുന്ന പാരഗ്രാഫിൽ നിന്ന് കണ്ടുപിടിക്കാനാണ് നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. Try to find the sentence of a similar pattern from the paragraph given below. Write them down in the space given. താഴെ തന്നിരിക്കുന്ന ആ സ്പേസിൽ അത് എഴുതുകയും വേണം. I have lived here for 30 years. I have always looked upon this place as my home. ഞാൻ കഴിഞ്ഞ 30 വർഷമായിട്ട് ഇവിടെ ജീവിക്കുന്നു. ഇതെന്റെ സ്വന്തം സ്ഥലമായിട്ട് ഞാൻ കരുതുന്നു. My children advised me against living here in my old age. പ്രായമായപ്പോൾ ഇവിടെ ഞാൻ താമസിക്കുന്നതിനെ എൻ്റെ മക്കൾ അല്ലെങ്കിൽ എൻ്റെ കുട്ടികൾ എതിർക്കുന്നു. There are no good hospital here. But the government has promised the residents here a new multi-speciality hospital which is expected to come up soon. ഇവിടെ ഒരു നല്ല ഹോസ്പിറ്റൽ ഇല്ല, പക്ഷെ ഇവിടുത്തെ ഗവൺമെന്റ് പ്രോമിസ് ചെയ്തിട്ടുണ്ട് ഉടനെ തന്നെ ഇവിടെ ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ വരുമെന്ന്. I have realized that you cannot expect to have everything you like to have. നിങ്ങൾക്ക് ഉണ്ടാവണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം എപ്പോഴും കിട്ടണമെന്നില്ല. I think you too have realized it. നിങ്ങളും അത് അങ്ങനെ തന്നെ മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് ഞാൻ കരുതുന്നു. അപ്പൊ ഇതിൽ നമ്മൾ ആക്ഷൻ കംപ്ലീറ്റ് ആയതും എന്നാൽ പ്രസന്റിൽ ഇതിന്റെ പ്രാധാന്യമുള്ളതുമായ സെന്റൻസ് ഇതിൽ നിന്ന് കണ്ടെത്തി എഴുതണം. I have always looked upon this place as my house. But the government has promised the residents. I have realized that you cannot expect to have everything you like to have. I think you too have realized it. Activity 10. You might have prepared some posters while observing Environment Day. Look at these sample posters. ഇവിടെ 2 പോസ്റ്റേഴ്സ് തന്നിട്ടുണ്ട്. നിങ്ങൾ ഇതുപോലെയുള്ള പോസ്റ്റേഴ്സ് ഒക്കെ കണ്ടിട്ടുണ്ടാവും. എൻവയോൺമെന്റ് ഡേ റിലേറ്റഡ് ആയിട്ടുള്ളതാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഫസ്റ്റ് വൺ, പ്ലാസ്റ്റിക് ഈസ് എവരിവെയർ. സെക്കൻഡ്,
Don't kill our best friend. Plant a tree and add a new friend in your life. അപ്പോൾ ഈ രണ്ട് പോസ്റ്ററിലും 2-3 സെന്റൻസുകളെ തന്നിട്ടുള്ളൂ. പക്ഷെ അത് നമ്മുടെ മനസ്സിൽ നമ്മളെ അട്രാക്ട് ചെയ്യുന്ന രീതിയിലുള്ള സെന്റൻസുകളാണ്. നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള പിക്ചേഴ്സും വരച്ചിട്ടുണ്ട്. അനലൈസ് ദ പോസ്റ്റേഴ്സ് ഫോർ ദ ഫോളോവിങ്. നമ്മളോട് ഈ പോസ്റ്റേഴ്സ് നോക്കാനാണ് ആവശ്യപ്പെടുന്നത്. എന്തൊക്കെ നോക്കണം? കണ്ടന്റ്, അതിന്റെ തീം എന്താണ്? 1 പ്ലാസ്റ്റിക് ആണ്, 2 ട്രീ ആണ്. പിക്ചർ, ഗ്രാഫിക്, ഇലുസ്ട്രേഷൻ, അതിന്റെ ആ പിക്ചേഴ്സ് ഒക്കെ വരച്ചിരിക്കുന്നത് നോക്കണം. ലേ ഔട്ട്, അതിന്റെ ആ ഒരു ഫോമാറ്റ് വളരെ ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. മെസ്സേജ് വളരെ ഷോർട്ടാണ്, പക്ഷെ ക്യാച്ചി ആയിട്ടുള്ള മെസ്സേജ് ആണ്. വാട്ട് ഫങ്ഷൻസ് ഡു ദേ സെർവ്? നമുക്ക് അതുകൊണ്ട് എന്ത് ഗുണമാണ് അല്ലെങ്കിൽ എന്ത് ഫങ്ഷൻ ആണ് ഈ പോസ്റ്റേഴ്സ് നമുക്ക് നൽകുന്നത്? ടു എഡ്യൂക്കേറ്റ്, നമ്മളെ ഒരു അറിവ് നൽകാൻ വേണ്ടിയിട്ട്. അതായത് ഈ പ്ലാസ്റ്റിക് എന്ന് പറയുന്നത് ഭൂമിക്ക് വളരെ കേടുള്ള ഒരു വസ്തുവാണ്. അതുപോലെ ട്രീസ് ഇല്ലാതായാൽ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു എഡ്യൂക്കേഷൻ തരുന്നു. ടു ഗീവ് ഇൻഫോർമേഷൻ, എന്റർടൈൻമെന്റ്. ഇതാണ് ഈ പോസ്റ്റേഴ്സ് കൊണ്ടുള്ള ഒരു ഫങ്ഷൻസ് എന്ന് പറയുന്നത്. Collect some posters and observe them carefully. Do you think posters like these have a special kind of language? Give some examples. നിങ്ങൾ കുറച്ച് പോസ്റ്റേഴ്സ് ഒക്കെ നിരീക്ഷിക്കൂ. പോസ്റ്റേഴ്സിന് എന്തെങ്കിലും പ്രത്യേക തരത്തിലുള്ള ലാംഗ്വേജ് ഉണ്ട് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഉണ്ട് അല്ലേ? എങ്ങനെയായിരിക്കും ലാംഗ്വേജ്? ഇൻ പോസ്റ്റേഴ്സ് വി യൂസ് ക്യാച്ചി ലാംഗ്വേജ് ആൻഡ് അറ്റൻഷൻ ഗ്രാബിംഗ് ടൈറ്റിൽസ്. നമ്മളെ ശ്രദ്ധ ആകർഷിക്കുന്ന തരത്തിലുള്ള ഹെഡിങ്ങുകളായിരിക്കും, ക്യാച്ചി ആയിട്ടുള്ള ലാംഗ്വേജ് ആയിരിക്കും. ദ പോസ്റ്റർ മസ്റ്റ് ബി വിഷ്വലി എൻഗേജിങ്. നമുക്ക് കാഴ്ചയ്ക്ക് വളരെ ഭംഗിയുള്ളവയായിരിക്കും പോസ്റ്റേഴ്സ് ഒക്കെ. ഇനി അതിന്റെ ഒരു എക്സാമ്പിളും തരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവിടെ പ്ലാസ്റ്റിക് ഈസ് എവരിവെയർ, ഡോണ്ട് കിൽ അവർ ബെസ്റ്റ് ഫ്രണ്ട്, ഡോണ്ട് കിൽ അവർ ബെസ്റ്റ് ഫ്രണ്ട്. അപ്പൊ അത് വളരെ ക്യാച്ചി ആയിട്ടുള്ള ഒരു ലാംഗ്വേജ് ആണ്. നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്തിനെ നമ്മൾ കൊല്ലരുത്. അപ്പൊ ഇവിടെ ഏറ്റവും നല്ല സുഹൃത്തായിട്ട് നമ്മൾ വിചാരിക്കുന്ന ആരെയാണ്? ട്രീസിനെയാണ്. ബി, ആക്ടിവിറ്റി 10ന്റെ ബി, പ്രിപ്പയർ സം സ്ലോഗൻ ഓൺ ദി മിസ്യൂസ് ഓഫ് ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ്. മൊബൈൽ അല്ലെങ്കിൽ ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സിനെ പറ്റി, ദുരുപയോഗത്തെ പറ്റി, നമ്മൾ ആവശ്യത്തിൽ കൂടുതൽ അത് ഉപയോഗിക്കുന്നതിനെ പറ്റിയുള്ള കുറച്ച് സ്ലോഗൻസ് തയ്യാറാക്കാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഡോണ്ട് ലെറ്റ് ഗാഡ്ജറ്റ്സ് റീപ്ലേസ് യുവർ ഔട്ട്ഡോർ ഗെയിംസ്. നിങ്ങളുടെ വീടിന് വെളിയിലുള്ള പ്ലേയെ ഒരിക്കലും ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യരുത്. അതായത് അതിന് പകരമാകരുത് ഒരിക്കലും നമ്മൾ ഈ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നത്. Second, playing outdoor games is more refreshing than social media. Play with your real friends. Live in your reality. Limit your screen time. Scroll less, live more. In the activity C എന്ന് പറയുന്നത്, as in Ricky's home, we use a number of gadgets to make our work easier. റിക്കിയുടെ വീട്ടില് ധാരാളം വസ്തുക്കള് ജോലികളൊക്കെ എളുപ്പമാക്കുന്ന തരത്തിലുണ്ടായിരുന്നു. They educate and entertain us too, but often they are misused. ഇലക്ട്രോണിക് ഉപകരണങ്ങളൊക്കെ നമുക്ക് നല്ല ഗുണങ്ങൾ തരുന്നതാണ്, നമ്മുടെ ജീവിതം കൂടുതൽ എളുപ്പമാക്കുന്നു. അതേസമയം അത് ദുരുപയോഗം ചെയ്താൽ ഇരട്ടി ദോഷവുമാണ്. Design a poster on the misuse of electronic gadgets. ഇവിടെ ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സിന് കുറച്ച് പടങ്ങൾ തന്നിട്ടുണ്ട്. മൊബൈല്, ലാപ്ടോപ്പ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ നമ്മൾ നിർമ്മിച്ച ഏതെങ്കിലും 2 സ്ലോഗനും കൂടി അല്ലെങ്കിൽ 1-2 സ്ലോഗൻ എഴുതിയാൽ പോസ്റ്റർ ആവും. വളരെ മനോഹരമായ ഒരു പോസ്റ്റർ ഈ മൊബൈൽ ഫോൺ അല്ലെങ്കിൽ ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സിനെതിരെ നിങ്ങൾ നിർമ്മിക്കുക. ഇത് ചിലപ്പോൾ എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. താങ്ക് യു.